വയനാടിന്റെ സ്വപ്ന പദ്ധതിക്കാണ് തുടക്കമാകാൻ പോകുന്നത്. തുരങ്കപാത നിർമ്മാണം അതിന് തുടക്കമാകാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്ന പദ്ധതിയാണ് ഈ തുരങ്കപാത. വയനാട്ടിലേക്കുള്ള യാത്രാസമയം ഏറെ കുറയ്ക്കാൻ സഹായകമാകുന്ന പദ്ധതിയാണ്. സമീർ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ. നാടിന്റെ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം. സ്വാഭാവികമായിട്ടും ആ വലിയ തടസ്സത്തെ ജനകീയ പ്രതിരോധം കൊണ്ട് മറികടന്നാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതിനുശേഷമാണ് മലബാറിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള തുരങ്കപാതയുടെ നിർമ്മാണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത, ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത്, ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ആരംഭിക്കുക. മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ, കെ ശശീന്ദ്രൻ, OR കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എത്തിയിരിക്കുന്നു. അതുപോലെ MLA-മാരും മറ്റ് ജനപ്രതിനിധികൾ, മാത്രമല്ല താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാഞ്ഞിൽ ഉൾപ്പെടെയുള്ള മറ്റ് സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. വലിയ ഒരു പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച്. മാത്രമല്ല ഇത് 3 ജില്ലകളെ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. കൂടാതെ കോഴിക്കോടിനെ വെച്ച് കേരളത്തെയും അതുപോലെ തന്നെ കർണാടകയും ബന്ധിപ്പിക്കുന്ന വലിയ ഒരു പദ്ധതിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുടെ ഭാഗമാവുന്നതിന് വേണ്ടിക്കൊണ്ടും ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് നേരിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയോര ജനതയുടെ വലിയ ഒരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. കിഫ്ബിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും കൊങ്കൺ റെയിൽവേയും ചേർന്നുകൊണ്ടാണ് ഈ നിർമ്മാണ പദ്ധതി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുക. 2134 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണിത്. മാത്രമല്ല 8.73 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഇരട്ട തുരങ്കപാത. 4 വരിയായിക്കൊണ്ടായിരിക്കും ഈ പാത സാധ്യമാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. ഇപ്പോൾ അതിന്റെ സ്വാഗത സംഘം, അതിന്റെ സംഘാടക സമിതി കൺവീനർ കൂടിയായിട്ടുള്ള ലിൻഡോ ജോസഫ് MLA ആണ് ഇപ്പോൾ സ്വാഗതം പറയുകയാണ്. മറ്റ് പ്രതിനിധികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഉന്മേഷ്, ഇതൊരു വയനാടിന്റെ സ്വപ്ന പദ്ധതിയാണല്ലോ സമീർ. പല ഘട്ടങ്ങളിൽ പലതരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു. അതിനുശേഷം ഇതിന്റെ അനുമതിയിലേക്ക് എത്താൻ ഒരുപാട് സമയമൊക്കെ എടുത്തതാണ്. ആ പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് സമീർ? ഏറ്റവും പ്രധാനമായി കേരളത്തിലെ 30 പ്രൊജക്ടുകൾ, ആ 30 പ്രൊജക്ടുകൾ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഇന്ന് അറുതിയാവുകയാണ്. കാലങ്ങളായുള്ള ആ ഒരു കാത്തിരിപ്പ് മലയോര ജനത ഈ മണ്ണിനോട് പടവെട്ടിക്കൊണ്ട്, ഈ കാടിനോടും അതുപോലെ വന്യജീവികളോടൊക്കെ പടവെട്ടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച അവരുടെ എക്കാലത്തെയും ഒരു വലിയ സ്വപ്നമാണ് ഈ ഒരു തുരങ്കപാത. ഈ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഒരു സുഖമായിട്ടുള്ള ഒരു യാത്ര സാധ്യമാവുക എന്നുള്ളത് ഏറെക്കാലമായിട്ടുള്ള അവരുടെ സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ മേഖലയിലും മാത്രമല്ല വിനോദസഞ്ചാര മേഖലയിലും വലിയ ഒരു മുന്നേറ്റം സാധ്യമാകും. അത്തരം സാധ്യതകൾ തുറന്നു തരുന്നതാണ് ഇരട്ടപ്പാത. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം അതാണ് മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തും. മന്ത്രിമാർ ഇതിനോടകം വേദിയിൽ എത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മന്ത്രി AK ശശീന്ദ്രൻ, മന്ത്രി OR കേളു, ഇവരെല്ലാം ഇപ്പോൾ തന്നെ വേദിയിലെത്തിയിട്ടുണ്ട്. വലിയ ഒരു വേദി അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 2134 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവ് എന്ന് പറയുന്നത്. വയനാട്ടിലേക്കുള്ള യാത്രാ ദൂരം ഏറെ കുറയ്ക്കാൻ സഹായകമാകും. കോഴിക്കോട് നിന്ന് നിലവിൽ ഈ ചുരം വഴിയാണ് യാത്ര. താമരശ്ശേരി ചുരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന യാത്രാ തടസ്സങ്ങളുണ്ട്. മഴ കനത്തതോടെ അവിടെ ഉണ്ടായ വലിയ പ്രതിസന്ധി ഉണ്ട്, മണ്ണിടിച്ചിലുണ്ട്. സ്വാഗത പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടത്തുന്നത് കൊണ്ട് കേരളത്തിന്റെ ആരാധ്യനും ബഹുമാനനുമായ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതിക്ക് 2134 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ.